ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോയെ മേഘൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് മേഘൻ്റെ ദേഹത്തേക്ക് ഒരു പാറക്കല്ല് ഇട്ടുകൊണ്ട് അയാളുടെ അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മാർക്കോയും കൊണ്ട് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ ലോപ്പസും ഡ്രൈവറും ഒക്കെ കണ്ണൻ്റെ ഡ്രൈവറും ഒക്കെ ആണെങ്കിൽ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് മാർക്കോയെ സ്ട്രെച്ചറിൽ കിടത്തി വേഗം തന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് കണ്ണൻ ഡ്രൈവറോടും അതുപോലെ തന്നെ ലോപ്പസിനോടും നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുമ്പോൾ ചങ്ക് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ ലോപ്പസ്. ഇവിടെ മഹിയാണെങ്കിലും മഹിക്ക് എന്തോ ഒരു ഉപബോധ മനസ്സിൽ എന്തോ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. അതായത് ആർക്കോ എന്തോ ഒരു ആപത്ത് സംഭവിച്ചു എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്. കാലനെ പോലെ ഒരുത്തനാണ് കണ്ണേട്ടനെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ ഡോക്ടർ മാർക്കോയെ പരിശോധിച്ചതിന് ശേഷം വന്നിട്ട് പറയുന്നുണ്ട് മാർക്കോയുടെ നില വളരെ ഗുരുതരമാണെന്നും അപകട നില ഇനിയും തരണം ചെയ്തിട്ടില്ല, ഒരുപാട് രക്തം പോയിട്ടുണ്ട്, ബി പോസിറ്റീവാണ് രക്തം എന്നൊക്കെ ഡോക്ടർ അറിയിക്കുമ്പോൾ തന്നെ അത് കേട്ട് തളർന്നു പോകുന്നുണ്ട് കണ്ണനും ലോപ്പസും ഒക്കെ. അങ്ങനെ ബി പോസിറ്റീവ് രക്തം, കണ്ണൻ്റെ ബി പോസിറ്റീവ് രക്തമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൻ മാർക്കോയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. ഡ്രൈവർ സുമേഷ് ആണെങ്കിലും തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോകുന്നു. ശേഷം ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ ഇനി മാർക്കോയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. എന്നെ രക്ഷിക്കാനാണ് അവൻ വന്നത്, എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് ബ്ലഡ് കൊടുക്കുന്നതാണ്. ഡ്രൈവർ സുമേഷ് ആണെങ്കിലും തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മാർക്കോയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് മാർക്കോ ICUയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നത് സാഗർ മഞ്ജുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കണ്ണൻ സാറിന് ഒരു കുഴപ്പമൊന്നുമില്ല, കണ്ണൻ സാറ് അപകടമൊന്നും പറ്റാതെ തിരിച്ചെത്തി. പക്ഷേ കണ്ണൻ സാറിനെ രക്ഷിക്കുന്നതിനിടയിൽ മാർക്കോയ്ക്ക് ചെറിയൊരു അപകടം പറ്റി, മാർക്കോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ് എന്ന് മഞ്ജു പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവും മഹിയും. തുടർന്ന് മഹി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മഞ്ജു, ആർക്കോ എന്തോ അപകടം സംഭവിച്ചതായിട്ട് എൻ്റെ മനസ്സിലിരുന്ന് പറഞ്ഞിരുന്നു. എന്നാലും എന്നെയും കണ്ണേട്ടനെയും ഒരുപാട് പലതവണ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച മാർക്കോയ്ക്ക് അവന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മഹി വീണ്ടും വല്ലാതെ തന്നെ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ മഞ്ജുവും ലേഖയൊക്കെ ആണെങ്കിലും മഹിയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് തോമസ് സാറാണെങ്കിലും സാഗര കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അവന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, എല്ലാവരെയും സഹായിക്കാനായിട്ട് ഏത് സമയത്താണെങ്കിലും ഒരു മടിയും ഇല്ലാത്തവനാണ് മാർക്കോ. അവന് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നറിയാതെ ഒരു സമാധാനവും ഇല്ല സാഗര എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് വൈദ്യനും വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, മാർക്കോയ്ക്ക് ഒന്നും സംഭവിക്കില്ല സാറേ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ തോമസ് സാറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മാർക്കോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും, മാർക്കോയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ലോപ്പസിനോട് പറയുന്നുണ്ട്, എൻ്റെയും മഹിയുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളായിട്ട് എന്നും നിന്നത് അയ്യപ്പസ്വാമിയാണ്. മല കയറിയ സമയത്തും ഞങ്ങളെ ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചത് മാർക്കോയാണ്. അപ്പോൾ അവന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൻ ഒറ്റപ്പെട്ട ആ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം പ്രതാപനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രതാപനും മുത്തശ്ശിയും വരുന്ന കാര്യം ഡ്രൈവർ സുമേഷിനെ കണ്ണനെ അറിയിക്കുന്നുണ്ട്. ഉടനെ തന്നെ കണ്ണൻ അവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോയ്ക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ എല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ്. മഹാലക്ഷ്മിയും കണ്ണനും അതുപോലെ തന്നെ സാഗറും ഒക്കെ തോമസ് വൈദ്യനുമൊക്കെ മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇതറിയുന്ന കമലേശ്വരത്തുള്ളവർ അവർ സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്താ, അവനെന്നും കാവലാളായിട്ട് അവൾക്കെന്നും കാവലാളായിട്ട് നിന്ന മാർക്കോ ഇങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു എന്നറിയുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. കാരണം അവർക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മഹാലക്ഷ്മിയെ കണ്ണൻ സ്വന്തം ജീവിതത്തിൽ നിന്നും ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ മഹാലക്ഷ്മിക്കും കണ്ണനും എന്നും രക്ഷകനായിട്ട് നിന്നിരുന്ന മാർക്കോ മരണത്തിനോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത അവരെ കുറച്ചൊന്നും അല്ല കേട്ടോ സന്തോഷിപ്പിക്കുന്നത്.
എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്നും ആ ഒരു വേല് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് മാർക്കോയ്ക്ക് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നുള്ളത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മനസ്സിലാക്കുന്നുണ്ട്. അമ്മയ്ക്ക് അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങനെ സിദ്ധിയായിട്ടുള്ള അമ്മ മാർക്കോ കിടക്കുന്ന ആ ഹോസ്പിറ്റൽ മുറിയിലെത്തുകയും ആ വേലെടുത്ത് മാർക്കോയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന ആ ഒരു നിമിഷം തന്നെ മാർക്കോ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് കണ്ട് മാർക്കോയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, യാതൊരു ആപത്തും സംഭവിക്കാതെ തന്നെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു കിടിലനായിട്ടുള്ള എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്